അപ്പോൾ ഈ ഒരു വ്ളോഗ് വന്നിട്ട് നമ്മൾ ബ്രദർ പോകുന്ന ആ ദിവസം ഉണ്ടല്ലോ, അന്ന് മോർണിംഗ് എടുത്ത വ്ളോഗാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ലേയൂട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേയൂട്ടനായിട്ട് കുറച്ച് നേരം കാര്യം പറഞ്ഞിരുന്ന്, പിന്നെ ചിപ്സൊക്കെ ലേയൂട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ഹൈസൂട്ടനും ലേയൂട്ടനും ചിപ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ചിപ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ ഒരു കുഞ്ഞൊരു ടോയ് ഇരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കളിക്കാൻ വേണ്ടി കൊടുത്ത് അത് കഴിഞ്ഞപ്പോൾ ലേയൂട്ടൻ നല്ല ഉറക്കമായി. അപ്പോഴത്തേക്കിന് ബാക്കി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാവ് ഉറങ്ങി തന്നെയാണ് വന്നത്. അപ്പോൾ അവളെ നമ്മൾ ഉറക്കി അവിടെ കിടത്തി. പിന്നെ നമ്മുടെ ഹേസലാണെങ്കിൽ നല്ലൊരു യെല്ലോ കളർ ഫ്രോക്കൊക്കെ ഇട്ടുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ പറയാം നല്ല ഫ്രോക്കെന്ന്. അങ്ങനെ പിന്നെ അക്കമാരെല്ലാവരും വന്നു. അങ്ങനെ അവരൊക്കെ വന്ന് പിന്നെ ഉറങ്ങാനുള്ള കുഞ്ഞുങ്ങളെല്ലാം കിടത്തി ഉറക്കിയിട്ട് ബാക്കി എല്ലാവർക്കും ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് എല്ലാവർക്കും വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരെയും വിളിച്ചത്. അങ്ങനെ എല്ലാവരും വന്ന് ഇപ്പോൾ പെട്ടിയുമായിട്ട് ഹൈസൂട്ടനും കുഞ്ഞിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. പിന്നെ സ്ഥലം ഉള്ളതുകൊണ്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാനായിട്ട് പറ്റി. അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ എൻ്റെ അടുത്ത സിസ്റ്ററും ബ്രദറും ഒക്കെ വന്നു, കുഞ്ഞ് സിസ്റ്ററും കുഞ്ഞ് ബ്രദറും ഒക്കെ. പിന്നെ ചിന്നമ്മായും അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൂടെ ഫുഡ് കൊടുക്കാൻ വേണ്ടി അവർ രാത്രിയാണ് വന്നത്. കാരണം കുഞ്ഞുങ്ങൾക്ക് ക്ലാസ്സിന് പോകണമല്ലോ. അങ്ങനെ ക്ലാസ്സിനെല്ലാം പോയിട്ട് വൈകിട്ടായപ്പോഴാണ് വന്നത്. അങ്ങനെ വന്ന് അവർക്കും ഫുഡൊക്കെ കൊടുത്തു. അങ്ങനെ നമ്മൾ പറയായിരുന്നു, നീ ഫുൾ ആ ബിരിയാണി കഴിച്ചില്ലെങ്കിൽ ഇന്ന് മിണ്ടത്തില്ല എന്നൊക്കെ പറഞ്ഞാണ് അവളെ കൊണ്ട് ഫുഡ് കഴിപ്പിച്ചത്. അത് കഴിഞ്ഞപ്പോഴത്തേന് അണ്ണൻ്റെ ഫ്രണ്ടാണ് ഗണേശ് ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടനും ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കുഞ്ഞിക്ക് നമ്മൾ പണ്ട് ചീനിയിൽ വെച്ചൊക്കെ മാല ഉണ്ടാക്കത്തില്ല, ആ ടൈപ്പ് മാല ഉണ്ടാക്കി ഇട്ട് കൊടുക്കായിരുന്നു. പിന്നെ നമ്മൾ രാത്രി ആയപ്പോൾ പൊളോണിക്കയിൽ പോയിട്ടുണ്ടായിരുന്നു. അതായത് ജസ്റ്റ് ഹെയർ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി. ഞാൻ കുറേ നാളുകൊണ്ട് ബ്രദറിനോട് പറയായിരുന്നു ഹെയർ കട്ട് ചെയ്യണം. പക്ഷേ ഓരോ റീസൺ കാരണം ഇങ്ങനെ മാറി പോയി. അതുകൊണ്ട് നമ്മൾ അന്ന് നൈറ്റാണ് പോയി ഹെയർ കട്ട് ചെയ്യാൻ പോയത്. അങ്ങനെ ഹെയർ കട്ട് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അവിടെ നമ്മൾ ലോറിയൽ പാരീസിൻ്റെയൊക്കെ പ്രൊഡക്ട്സ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഹെയർ എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് പൊറോട്ടയൊക്കെ വാങ്ങണം, അതൊക്കെ വാങ്ങിയിട്ട് പോയി. അപ്പോൾ പോയപ്പോഴും ഞാൻ പറഞ്ഞു എൻ്റെ ഹെയർ സെറ്റ് ചെയ്തിട്ടേക്കുന്നത് കാറ്റടിക്കുമ്പോൾ എല്ലാം കോളമായി പോകുമെന്ന്. പറഞ്ഞതുപോലെ തന്നെ അണ്ണ സ്പീഡിൽ വന്നപ്പോൾ എൻ്റെ ഹെയർ ഫുള്ള് ബോറായിട്ടുണ്ടായിരുന്നു, എല്ലാം അലങ്കോലമായിപ്പോയി. അങ്ങനെ ഞാൻ വന്നപ്പോൾ അതും പറഞ്ഞ് വിഷമിച്ചാണ് വന്നത്. അങ്ങനെ പിന്നെ എല്ലാവരും വന്ന് അവരോടൊക്കെ കാര്യം പറഞ്ഞിരുന്ന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. വെറുതെ പോയിട്ട് ഹെയർ കട്ട് ചെയ്ത് എന്നിട്ട് മൊത്തം കോളായി പോകുന്നിട്ട്. പിന്നെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ അടിപൊളി ഒരു ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയണം, എനിക്ക് ഈ ഡ്രസ്സ് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു യെല്ലോ കളറായിട്ടുള്ള ഒരു ടീഷർട്ടും ഒക്കെ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേന് സിസ്റ്ററും ബ്രദറും ചിന്നമ്മ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാവർക്കും വന്ന് നൈറ്റ് ആയപ്പോൾ ഫുഡ് കൊടുത്തിട്ട് നമ്മൾ പാക്കിംഗ് പരിപാടിയിലേക്ക് കിടക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഹൽവയും അച്ചാറും അതുപോലെ ബാക്കി ഈ സ്നാക്സ് ഐറ്റംസും പിന്നെ ഡ്രസ്സും എല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ പാക്കിങ്ങും റാപ്പിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഇരിക്കുമായിരുന്നു. പിന്നെ വെളുപ്പിന് പോകാൻ വേണ്ടി എണീറ്റപ്പോൾ ഒരു കുഞ്ഞ് കുറേ ദിവസം കൊണ്ട് അവിടെ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാനത് കേൾപ്പിക്കാം കേട്ടോ. അങ്ങനെ എല്ലാം റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്.